2025 നീറ്റ് പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഇതിനിടയിൽ നമ്മൾ 4 മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ കുട്ടികൾക്ക് വരുന്ന പരാതികൾ എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്കുള്ളത് പഠിച്ചു കഴിയുന്നില്ല, പഠിച്ചു കഴിഞ്ഞ് പെർഫോം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല, ടൈം മാനേജ്മെന്റ് വിഷയം വരുന്നു, പരീക്ഷ എഴുതി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഓർമ്മ വരുന്നു എന്നുള്ളതൊക്കെയാണ്. ഇതിലൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ പ്രിപ്പറേഷനിലുള്ള ചില അപാകതകളാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക? ഇപ്പോൾ ബയോളജിയെ സംബന്ധിച്ചാണെങ്കിൽ ചില കുട്ടികൾക്ക് ബയോളജി ടെക്സ്റ്റ് മാത്രം വായിച്ചാലും 90 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലവർക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആവുകയാണ്. അത് നമ്മുടെ ആ ഫാക്റ്റുകളും കൺസെപ്റ്റും പഠിച്ചതിലുള്ള എററാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന വേണം ബയോളജിയിലായാലും. അത് നമ്മുടെ മൊഡ്യൂൾ തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോട് ഓരോ ലൈനും ഇന്റർപ്രറ്റ് ചെയ്തും ഒക്കെ പഠിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി മാക്സിമം നമ്മുടെ മൊഡ്യൂളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗിയാക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. തെറ്റിയതൊക്കെ ഒന്നും കൂടെ ആവർത്തിച്ച് പഠിക്കാം. കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൊല്യൂഷൻസിലൊക്കെ ഒരുപാട് ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് കാൽക്കുലേഷന് സ്പീഡില്ലാത്തതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ കാൽക്കുലേഷൻ സ്വയം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ചെയ്യാം. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾസിലെ ചോദ്യങ്ങളെല്ലാം ചെയ്തു എന്ന് മക്കൾ ഉറപ്പുവരുത്തുക. ദെൻ നമ്മളുടെ ഡെയിലി ടെസ്റ്റ് പേപ്പേഴ്സിലെ ചോദ്യങ്ങളും കൂടെ തെറ്റിയതും വിട്ടതും നിങ്ങൾ ചെയ്യണം, വിട്ടത് ഉപേക്ഷിക്കാതെ കേട്ടോ. അപ്പോൾ അത് ആവർത്തിച്ച് ചെയ്താൽ നിങ്ങളുടെ കാൽക്കുലേഷനിലെ സ്പീഡ് നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഓർമ്മ കൃത്യമായി വരാത്തത് എന്താണെന്ന് വെച്ചാൽ പഠനം മതിയായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ആവർത്തിച്ച് പഠിക്കണം. നമ്മളത് റിട്രീവ് ചെയ്ത് എടുക്കണം ബ്രെയിനിൽ നിന്ന്. എന്നാലാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അങ്ങനെ ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് അവരുടേതായ കുറേ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്യിക്കുന്നുണ്ട്. ഓരോ കേസിനും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ മൊഡ്യൂളിൽ എല്ലാ തരത്തിലുള്ള അസേർഷൻ റീസൺ ആവട്ടെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആവട്ടെ, എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും മൊഡ്യൂളിലുണ്ട്. അത് ചെയ്തു എന്ന് മക്കൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ടോപ്പിക് വൈസ് തന്നെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു ടോപ്പിക്കിലും നമുക്ക് മാസ്റ്റർ ആകാവുന്നതേ ഉള്ളൂ. അതിനൊരു ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 30 മിനിറ്റ്സ് എടുക്കും നമുക്ക് മനസ്സിലാവാൻ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ. അത് പിന്നീട് 20 മിനിറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നീട് 1 മിനിറ്റിൽ നിങ്ങൾ ചെയ്യുന്ന അവസരം വരും. പിന്നെ നിങ്ങൾക്ക് അതൊരു 40 സെക്കൻഡിലേക്ക് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ട്രാൻസ്ഫോംഡ് ആവാൻ പറ്റും. അതിന് നമ്മൾ അത്രയും പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടത്.